നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റിലും കല്യാണത്തിനുമൊക്കെ കിട്ടുന്ന ഒരു പൈനാപ്പിൾ കേസരിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കളറും ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യമേ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് മുന്തിരിങ്ങയും കൂടെ ചേർത്ത് നമുക്ക് ഗോൾഡൻ കളറാവുന്നവരെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മുന്തിരിയും കൂടെ അതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇതിന് നമ്മൾ 1 കപ്പ് റവയ്ക്ക് 1.25 കപ്പ് പഞ്ചസാരയും 1 കപ്പ് പൈനാപ്പിൾ, 2.25 കപ്പോളം വെള്ളം, പിന്നെ നെയ്യ് അര കപ്പ് നെയ്യും കൂടെയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും എണ്ണയും മണമൊന്നുമില്ലാത്ത എണ്ണയും കലർന്ന് പകുതിയായിട്ട് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള നെയ്യിലേക്ക് റവ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്ത് കൊടുക്കണം. വറുത്തെടുക്കണം. ഒരു 5 മുതൽ 6 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കണം. നല്ലപോലെ റവ വറുത്തെടുത്താലേ നല്ല കേസരി ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ കേസരി ആകെ കുഴഞ്ഞു പോകും. വേറൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്തിട്ട് നമുക്കതിലേക്ക് പൈനാപ്പിൾ ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്നത് ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് നേരം വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് പഞ്ചസാര, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഒരു നുള്ളു ഉപ്പും, ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ ഫുഡ് കളറൊന്നും തന്നെ ചേർക്കുന്നില്ല, അതുകൊണ്ട് കുറച്ച് ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ കുങ്കുമപ്പൂവും ചേർക്കുന്നുണ്ട്. അപ്പോൾ കുങ്കുമപ്പൂവ് നിങ്ങൾ ചേർക്കുന്നില്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താലും മതിയാകും, ഫുഡ് കളർ ഉപയോഗിക്കുന്നില്ലെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യെല്ലോ ഫുഡ് കളർ ഉപയോഗിക്കാവുന്നതാണ്. ഇനി അത് ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് കുങ്കുമപ്പൂ ഞാൻ 1/4 കപ്പ് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് തിളപ്പിച്ച വെള്ളമാണ് വേണ്ടത്. അത് 2.5 കപ്പ് തിളപ്പിച്ച വെള്ളം അതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരും. ആ സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമുക്ക് നല്ല സ്വാദുള്ള ഒരു കേസരിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര നേരം കഴിഞ്ഞാലും അത് ഒരുപോലെ ബോൾ പോലെ ആവാതെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും ഈ അളവിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ. നമുക്കതിന് നെയ്യ് കൂടുതലായിട്ട് ആവശ്യമുണ്ട്. വെള്ളത്തിൻ്റെ അളവും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 1 കപ്പിന് 1 കപ്പ് നെയ്യ് എടുക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് 2 കപ്പ് എടുത്താൽ മതിയാകും. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം. ഇപ്പോൾ നമുക്ക് ആ റവയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആ റവയൊക്കെ നല്ലപോലെ വെന്ത് കട്ടിയായി വരുമ്പോൾ നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ 1.25 കപ്പ് മതിയാകും പഞ്ചസാര. അല്ലാതെ നിങ്ങൾ മധുരം കുറവ് പുളിയുള്ള പൈനാപ്പിൾ ആണെങ്കിൽ 1.5 കപ്പോളം പഞ്ചസാര നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി ബാക്കി വെച്ചിരിക്കുന്ന നെയ്യും കൂടെ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊക്കെ നല്ലപോലെ ഒന്ന് കട്ടിയായി വരുന്നവരെ നമുക്കത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നല്ല ചൂട് കട്ടിയുള്ള പാത്രത്തിൽ വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ബാക്കിയുള്ള നെയ്യും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നല്ലപോലെ ഒന്ന് കട്ടിയായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്കായുടെ മണം ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഇതും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നല്ലപോലെ നമ്മുടെ പാത്രത്തിൽ നിന്നും വിട്ടു വരുന്ന ഒരു പരുവമാകും, ഒട്ടാതെ. അതാണ് ശരിയായ കൺസിസ്റ്റൻസി. നല്ല ഹലുവ പോലെ ചുരുണ്ട് വരും. നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും മുന്തിരിയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഏകദേശം ഇത് റെഡിയാവാറായി കഴിഞ്ഞു. നല്ലപോലെ ഇത് ഇളക്കി കൊടുക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അത് പാത്രത്തിൽ നിന്നും വിട്ടു വരുന്ന പരുവമായി, ഒട്ടാതെ. ഇതാണ് ശരിയായ കൺസിസ്റ്റൻസി. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് ചൂടോടുകൂടി സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ രുചിയായിരിക്കും. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.